കായംകുളം നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ തകർത്ത് സ്മാരക കവാടം നിർമ്മിക്കാനുള്ള നഗരസഭാ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മരിയാപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭാ ആസ്ഥാനത്തിന് മുന്നിലെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ തകർത്ത് അഴിമതിയുടെ സ്മാരക കവാടം നിർമ്മിക്കാനുള്ള നഗരസഭാ അധികൃതരുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മരിയാപുരം ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും കൊണ്ട് ജനവിരുദ്ധമായ ഒരു നഗരസഭയാണ് കായംകുളത്തേതെന്ന് മരിയാപുരം ശ്രീകുമാർ പറഞ്ഞു. ആയുധബലത്തിനെതിരെ ആത്മബലം കൊണ്ട് അഹിംസയിലൂടെ ലോകത്തെ അത്ഭുത വിസ്മയമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടാക്കി തന്ന അവതാര പുരുഷനാണ് ഗാന്ധിജി. നമുക്കറിയാം, ചപ്പുകൂമ്പാർത്തിൽ നിന്ന് സർപ്പവ്യൂഹം എന്ന കണക്ക് 40 കോടി ദരിദ്ര നാരായണന്മാർക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവവേദ്യമാക്കി തന്ന മഹാനായ ഗാന്ധിജി. ആ ഗാന്ധിജി ഈ കായംകുളം നിയോജക മണ്ഡലത്തിൽ ഏക ഗാന്ധിജിയുടെ പ്രതിമയാണ്. 10 വർഷം ഭരിക്കുമ്പോൾ എനിക്ക് ആ ഗാന്ധിജിയുടെ പ്രതിമ കാണുമ്പോൾ അതീവ ദുഃഖം വരുന്നു. നമ്മുടെ മനസ്സുകളിലെ പ്രതിഷ്ഠയാണ് മഹാനായ ഗാന്ധിജി. തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശമെന്ന് ലോകത്തോട് പറഞ്ഞ ഗാന്ധിജി. താൻ ഇന്ത്യയെ കണ്ടെത്താൻ 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗുരുവായി സ്വീകരിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആർജവം ഏറ്റെടുക്കാൻ നിന്നപ്പോൾ സാക്ഷാൽ ഗോഖലെ ഗാന്ധിജിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ ഒട്ടുക്ക് നടന്നു കാണൂ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. ആ ഇന്ത്യ രാജ്യം സന്ദർശിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനുമായി കണ്ടുമുട്ടുന്ന 100ാം വർഷം നമ്മൾ ആചരിക്കുകയാണ്. 1924 ഇന്ത്യ പര്യടനത്തിനു ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന്റെ 100ാം വർഷം രാജ്യം സമുചിതമായി കൊണ്ടാടുകയാണ്. ആ യാത്രാമധ്യത്തിലാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ മനസ്സിലാക്കണം ഒരു കാര്യം, നിങ്ങൾക്ക് കഴിഞ്ഞ ചരിത്രം മനസ്സിലാക്കാനാണ് ഇത് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. അദ്ദേഹം തെക്കൻ ഇന്ത്യയായ തമിഴ്നാട്ടിൽ സന്ദർശിച്ചു, കാൽനടയായി വൈഗ നദിയുടെ കരയിലെത്തി. അന്ന് അദ്ദേഹത്തിന്റെ വേഷം കോട്ടും സ്യൂട്ടുമൊക്കെ അദ്ദേഹം ലോകമറിയുന്ന അഭിഭാഷകൻ കൂടിയായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നഗരസഭയ്ക്ക് വരുത്തിവെച്ച ഭരണ നേതൃത്വം രാജിവെച്ചൊഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന സൂചനാ സമരമാണ് ഇതെന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾ തുടർന്നുണ്ടാകുമെന്നും മാർച്ചിൽ പങ്കെടുത്തവരും പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നമ്മുടെ രാഷ്ട്രപിതാവിനെ തമസ്കരിക്കുന്നത് പോലെ അതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് BJPയുടെയും CPMന്റെയും ഹിഡൻ അജണ്ടയുടെ ഭാഗമായി ഈ നഗരസഭയുടെ കവാടത്തിൽ ഈ ഫ്രണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ, ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാം വർഷം അതിനെ തമസ്കരിക്കുവാനും അതിനെ തച്ചുടയ്ക്കാനും ആ പ്രതിമ തകർക്കുവാനുമുള്ള ഇടതുപക്ഷ നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ തെറ്റായ നടപടിക്രമത്തിന് എതിരായിട്ടാണ് ഈ മാർച്ചും ധർണയും ഇവിടെ നടത്തിയത്. ഈ മാർച്ചിലും ധർണയിലും പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഇതിനുവേണ്ടി ധീരോദാത്തമായ നേതൃത്വം നൽകി അഹിംസയിൽ അധിഷ്ഠിതമായ സമരമാർഗത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് ധീരോദാത്തമായ സ്വാതന്ത്ര്യം നേടിയെടുത്ത് സ്വാതന്ത്ര്യം കിട്ടി 1 കൊല്ലം കഴിയുന്നതിന് മുൻപ് തന്നെ ഫാസിസ്റ്റ് ശക്തികളുടെ വെടിയുണ്ടയേറ്റ് ധീരരക്ഷസാക്ഷിത്വം വരിച്ച മഹാത്മാവിനോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരായ ശക്തമായ പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൂചനാ സമരമായി ഇവിടെ തുടങ്ങി വെക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമരം സൂചന മാത്രമാണ്. അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് കായംകുളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സന്നദ്ധ ഭടന്മാർ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകന്മാരെയും സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, KPCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് E സമീർ, N രവി, കറ്റാനം ഷാജി, അഡ്വക്കേറ്റ് A ത്രിവിക്രമൻ തമ്പി, അഡ്വക്കേറ്റ് U മുഹമ്മദ്, AP ഷാജഹാൻ, അവിനാഷ് ഗംഗൻ, ശ്രീജിത്ത് പത്തിയൂർ, N രാജഗോപാൽ, രാജൻ ചെങ്കിളിൽ, അലക്സ് മാത്യു, വിജയമോഹനൻ, G ബൈജു, AM കബീർ, ബിധു രാഘവൻ, CS ഭാഷ, CA സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.